ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് നേര്യമംഗലം പാലത്തിൽ കൂടെയാണ്. ഗായ്സ്, ഞങ്ങൾ മൂന്നാറിലേക്ക് പോണത് അടിമാലി കഴിഞ്ഞിട്ട് ആനച്ചാൽ വഴി കൂടെയാണ്. ഗായ്സ്, ഞങ്ങൾ മൂന്നാറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആനച്ചാലിന് മൂന്നാറിലേക്കുള്ള വഴി നല്ല പ്രകൃതി രമണീയമായ വഴിയാണ് ഗൈസ്. നല്ല രസമാണ് ആദ്യം കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമുക്ക് ആനച്ചാലിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്പൈസസ് ഗാർഡൻസും പിന്നെ തേയിലത്തോട്ടങ്ങളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അഡ്വഞ്ചർ പാർക്ക് ഒരുപാട് നല്ല വ്യൂ പോയിൻറ്റ്സും ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലം. ഗായ്സ്, ആനച്ചാലിൽ നല്ല അടിപൊളി റിസോർട്ടുകളുണ്ട്. നല്ല രസമാണ് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ കോടമഞ്ഞ് ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോണ സ്ഥലം ലക്കം വാട്ടർഫോൾസ് ആണ്. അപ്പോൾ അത് ലക്കം വാട്ടർഫോൾസിലേക്കുള്ള റോഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ ലക്കം വാട്ടർഫോൾസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ശക്തിയിലാണ് ഗൈസ് വെള്ളം ഒഴുകി പോകുന്നത്. നല്ല രസമുണ്ട്. ആ വെള്ളം വന്നിട്ട് കല്ലിൽ ഇടിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ ഗൈസ്. ഈ വാട്ടർഫോൾസിൻ്റെ നടുക്ക് കൂടെ ഒരു ചെറിയ പാലുണ്ട്. അതിൽ കൂടെ നമുക്ക് ചെറിയ വണ്ടികളൊക്കെ ഓടിക്കാം. ഈ പാലം നേരെ ചെന്ന് എത്തേണ്ട അപ്പുറത്തെ ഭാഗത്തേക്കാണ്. അവിടെ കുറേ വില്ലേജസും നല്ല അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ച വണ്ടി എടുത്തിട്ട് വരികയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കാറിൽ കയറി ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത് പോത്തൻമേട് വ്യൂ പോയിന്റിലേക്കാണ് ഗൈസ്. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് പോത്തൻമേട് വ്യൂ പോയിൻ്റ്. നല്ല ഭംഗിയാണ് അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. ഈ കാണുന്നതാണ് പോത്തൻമേട് വ്യൂ പോയിൻ്റ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. കോടയൊക്കെ നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. ഇതവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു മതിലുണ്ട്. അവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്, ചായ കുടിക്കുന്നതൊക്കെ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പോത്തൻമേട് വ്യൂ പോയിൻ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ പോത്തൻമേട് വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി. ഇത് മൂന്നാർ എത്താനായിട്ടുണ്ട്. മൂന്നാർ ടൗണ്. ഇതിൻ്റെ അപ്പുറത്ത് കണ്ട ഗൈസ് നല്ല യൂക്കാലിപ്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. മൂന്നാറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് പോത്തൻമേട് വ്യൂ പോയിൻ്റ്. ഈ കാണുന്നതാണ് ഗൈസ് ഓൾഡ് മൂന്നാർ ടൗണ് ഗൈസ്. ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ. ഈ ഓൾഡ് മൂന്നാർ ടൗണിൽ തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത് ഗൈസ്. നല്ല കുറേ ഹോട്ടലും പിന്നെ താമസിക്കാനുള്ള സ്ഥലങ്ങളോ ഒക്കെ ഉണ്ട് ഓൾഡ് മൂന്നാർ ടൗണിൽ ഗൈസ്. ഈ കാണുന്നതാണ് CSI ചർച്ച്. ഇത് ബ്രിട്ടീഷുകാർ പണിത ഒരു ചർച്ചാണ് ഗൈസ്. ഞങ്ങൾ CSI ചർച്ച് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ടീ മ്യൂസിയത്തിലേക്കാണ്. കാണുന്നതാണ് ടീ മ്യൂസിയം ഗൈസ്. ഞങ്ങൾ അവിടെ ടീ മ്യൂസിയത്തിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ ടീ മ്യൂസിയം കാണാൻ നിന്നില്ല. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് അപ്പം ഞങ്ങൾ പിന്നെ കുറേ ടീ ഫാക്ടറി കണ്ടിട്ടുള്ളത് കൊണ്ട് അവിടെ കാണാൻ നിന്നില്ല ഗൈസ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് റിസോർട്ടിലേക്കാണ്. നമ്മുടെ റിസോർട്ട് കിടക്കുന്നത് സൂര്യനെല്ലി കഴിഞ്ഞിട്ട് ആനയിറങ്ങൽ ഡാമിൻ്റെ അടുത്താണ് റിസോർട്ടുള്ളത് ഗൈസ്. നമ്മുടെ റിസോർട്ടുള്ളത്
മൂന്നാറിന്ന് തേക്കടി പോണ റൂട്ടിൽ ആണ് ഉള്ളത്. ഈ റൂട്ടിനെ ഗ്യാപ്പ് റോഡ് എന്നും പറയാറുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ചിന്നക്കനാൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട്. ഇത് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണത്. ഗൈസ്, നമ്മൾ പോണ റൂട്ടിൽ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഈ വഴി കൂടെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാൻ നല്ല രസമാണ്. ഗൈസ്, ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ചിന്നക്കനാൽ വെള്ളച്ചാട്ടമാണ്. അത് ഈ മൂന്നാർ പോണ റൂട്ടിൽ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഗൈസ്, ഈ കണ്ടാണ് വെള്ളച്ചാട്ടം. ഇവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. നല്ല ശക്തിയിലാണ് വെള്ളം ഒഴുകി പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണാൻ. അതിൻ്റെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന്. ഗൈസ്, ഞങ്ങളിതാ റിസോർട്ട് എത്തി. ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രംബോളിനും പിന്നെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് കുറേ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗൈസ്, ഈ റിസോർട്ടിൻ്റെ പേര് മില്ലേനിയം എന്നാണ്. ഗൈസ്, ഈ റിസോർട്ടിൻ്റെ അവിടെ എപ്പോഴും നല്ല അടിപൊളി കാറ്റാണ്. ഈ റിസോർട്ടിൻ്റെ തൊട്ടത് ഏലത്തോട്ടാണ്. നല്ല ആംബിയൻസ് ആണ് ഈ റിസോർട്ട് നിൽക്കുന്ന സ്ഥലം കാണാൻ. ഗൈസ്, ഇതാണ് ഈ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. നല്ല ഭംഗിയുണ്ട്, ലൈറ്റ്സൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ചെടിമയ്ക്കൊക്കെ ലൈറ്റ്സ് അടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഈ കാണുന്നതാണ് ഏലത്തോട്ടം. ഏലത്തോട്ടത്തിൻ്റെ നടുക്കിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഏലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഞങ്ങൾ വന്ന ദിവസം നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്. ഗൈസ്, നമ്മുടെ ഈ റിസോർട്ടിൽ ഇത് കണ്ടോ, നല്ല പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഷെഡിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി വരണ വഴി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഈ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഗൈസ്, ഈ റിസോർട്ടിലേക്കുള്ള വഴി ഭയങ്കര ചെറിയ വഴിയാണ്, നല്ല കയറ്റുള്ള വഴിയാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഈ വഴി കൂടെ റിസോർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇവിടുന്ന് നേരെ ഞങ്ങൾ ആനയിറങ്ങൽ ഡാം കാണാനാണ് പോകുന്നത്. ഇതപ്പോൾ ആനയിറങ്ങൽ ഡാം എത്താനായിട്ടുണ്ട്. ഈ ഡാം KCBയുടെ അണ്ടറിലുള്ള ഡാമാണ് ആനയിറങ്ങൽ ഡാം. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ആനയിറങ്ങൽ ഡാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ആനയിറങ്ങൽ ഡാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തോ ഇങ്ങനെ ചരലിട്ട പോലെയൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതേ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളമുണ്ട്. ഗൈസ്, ഞങ്ങൾ ഈ ആനയിറങ്ങൽ ഡാം കണ്ടിട്ട് നേരെ മൂന്നാർ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്. അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടെ മാട്ടുപ്പെട്ടി ഡാമും പിന്നെ ഗൈസ്, ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം. നല്ല ഭംഗിയുള്ളൊരു ഡാമാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, മഴയായതുകൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങണില്ല. പക്ഷെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഗൈസ്, ഈ റോഡ് നേരെ ചെന്ന് എത്തുന്നത് വട്ടവടേക്കാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുണ്ടല ഡാമുണ്ട്, പിന്നെ വട്ടവട ഉണ്ട്. പക്ഷെ ഇവിടേക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ 4 മണിയായി. ഞങ്ങൾ പറ്റണ അത്രത്തോളം പോവാൻ
നോക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് പുൽമേട്. ഇവിടെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് ആന വരും. ഈ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും ആനേനെ കാണാറുണ്ട്. പക്ഷെ ഇന്ന് കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആനേനെ കാണാറുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് പുൽമേട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാട്ടോ അത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ്. അപ്പോൾ നമ്മൾ എക്കോ പോയിന്റും കൂടി കണ്ടിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയിലാണ്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോകും. ഗൈസ്, ഇപ്പോൾ ഏകദേശം സമയം 5 മണി 5:30 അപ്പോഴേക്കും ഇപ്പോൾ ഏകദേശം എല്ലാ ടൂറിസ്റ്റ് പ്ലേസ് അടച്ചിട്ടുണ്ടാവും. ഗൈസ്, ഈ കണ്ടതാണ് എക്കോ പോയിന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബായ്.